നമ്മളെല്ലാവരും ഫ്രീ ആയിട്ടുള്ള ഒരു ഡേ ആണ്. സോ നമ്മൾ ഒരുപാട് കാലമായി പ്ലാൻ ചെയ്യുന്ന ഒരു പ്ലേസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇറ്റ്സ് ഇൻ വിൻഡർമെയർ. റൈഡൽ കേവ് എന്നാണ് പ്ലേസിന്റെ പേര്. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് പ്രസ്റ്റണിലാണ്. സോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 145 മിനിറ്റ്സ് ഡിസ്റ്റൻസ് ഉണ്ട് ട്രെയിനിൽ. അപ്പോൾ ലെറ്റ്സ് ഗോ. എല്ലാവരെയും പോലെ നമ്മളും ട്രിപ്സൊക്കെ പ്ലാൻ ചെയ്യും, പക്ഷെ ഒരിക്കലും നടക്കാറില്ല. നമുക്ക് ഒരുമിച്ച് ഓഫ് കിട്ടാറില്ല, അല്ലെങ്കിൽ ക്ലൈമറ്റ് ശരിയാവില്ല, അല്ലെങ്കിൽ നമുക്ക് മൂഡുണ്ടാവില്ല. അങ്ങനെ പല റീസൺസ് ആണ്. ഇന്നെന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ട്. വിൻഡർമെയറിലേക്കാണ്. അവിടത്തേക്ക് ഞങ്ങൾക്ക് കണക്ഷൻ ട്രെയിനാണ്. ഓക്സൺ ഹോമിൽ ഇറങ്ങി അവിടുന്ന് നെക്സ്റ്റ് ട്രെയിൻ. ജസ്റ്റ് മിസ്സായിരുന്നു, ഞങ്ങൾ ഓടി കയറുക ചെയ്തത്. സോ നമ്മളിപ്പോൾ വിൻഡർമെയർ എത്തി. ഇനി അവിടുന്ന് 599 ബസ്സിലാണ് കയറേണ്ടത്. ഓപ്പൺ ബസ്സാണ്. അതിലൊരു 30 മിനിറ്റ്സ് റൈഡ് ഉണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. അല്ലെങ്കിൽ നമ്മൾ വോയിസ് ഓവർ കൊടുക്കും. ഇനി നമ്മൾ അവിടെ എത്തിയിട്ട് കാണിക്കാൻ ബാക്കി. ഡെസ്റ്റിനേഷൻ അല്ല, ലാസ്റ്റ് സ്റ്റോപ്പ് എത്തി. ഇനി ഇവിടുന്ന് ഒരു 18 മിനിറ്റ്സ് വാക്ക് ഉണ്ട് റൈഡൽ കേവില്. സോ നമ്മളിപ്പോ വാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് പോയി നോക്കല്ലേ. Say hi. You're taking video. Do you want to say hi? Hi. Hi. Say hi. Hello. സോ നമ്മൾ എൻട്രി ചെയ്തപ്പോൾ കുറേ പേര് ട്രെക്കിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു ജസ്റ്റ് എങ്ങനെയുണ്ട് അവിടെ എന്നൊക്കെ. അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവരുടെ പിക്സ് ഒക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അത് കണ്ട് നമ്മളും നല്ല എക്സൈറ്റഡ് ആയി. സോ ഞങ്ങളിതാ നടന്നു തുടങ്ങി. ലബി ഹായ് പറയൂ. ഫിദുണ്ട്. ഫിദു പോകാനാ.
ഒരു പട്ടിനെ കണ്ട് പേടിച്ചിരിക്കുകയാണ് ഗൈസ്. കണ്ടോ, പട്ടി ആ ഭാഗത്ത്, ഇവര് ഈ ഭാഗത്ത്. ഞാൻ പേടിച്ചില്ല, പക്ഷെ ഞാൻ പേടിച്ചു. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയുണ്ട്, എന്നാലും വളഞ്ഞിട്ടേ പോകുള്ളൂ. ലുക്ക്, ഇവിടെ ഇത്ര എളുപ്പത്തിൽ കയറാം, പക്ഷെ ഇവരിങ്ങനെ പോകുള്ളൂ. ഞങ്ങൾ വിചാരിച്ചു ഫുള്ള് മഴയായിരിക്കും, ഫുള്ള് ക്ലൗഡി ആയിരിക്കും, പക്ഷെ അടിപൊളി ക്ലൈമറ്റാ അല്ലേ? നമ്മൾ വിചാരിച്ച ക്ലൈമറ്റ് അല്ലല്ലോ. അല്ല, നല്ല ക്ലൈമറ്റ് ആണ്. ഞങ്ങളുടെ ജാക്കറ്റ് ഒക്കെ എടുത്ത് ബാധ്യതയും. ഇവളെ കൂടെ പോവാൻ പറ്റില്ല മാപ്പിട്ട്. ഇവളൊരു വീടിന്റെ ഉള്ളിൽ കൂടെ കയറി അങ്ങോട്ട് പോവാന്ന് അറിയും. യെസ്, ഞാൻ അങ്ങനെയാണ്. 5 minutes ഉള്ളൂ. എന്തായാലും 15 minutes കാണിച്ചല്ലോ. ഇതിലല്ല. നമ്മളിങ്ങനെ നടക്കുമ്പോഴാണ് മനസ്സിലായത് ആക്ച്വലി ഇവിടെ വരുന്നവർ അധികം എത്ര ഒരു 60+ ആണ്. ഏജ് ഉള്ളവരാ. വീട്ടിലേക്ക് പോകുന്ന സമയം ഇവര് പുറത്തേക്കാണ്. അതെ, ഹൈക്കിങ്ങിന് ഇറങ്ങാണ് ഇവര്. സ്റ്റിക്ക് വെച്ചിട്ടാണെങ്കിലും ഇവര് ഫുള്ള് അടിപൊളിയാണ്. നമ്മുടെ ഏജുള്ളവർ കുറവല്ലേ, നമ്മൾ കണ്ടില്ലല്ലോ. ഇല്ല, ഇവിടെ ഉള്ള ആൾക്കാർ കുറവാണ്, പക്ഷെ പുറത്തുനിന്നുള്ള മീൻസ് ചൈന അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ കാണാൻ വേണ്ടി വരുന്നത്. പിന്നെ ഇവിടെ ഹ്യൂമൻസിനെയും കാട്ടും കൂടുതലുള്ള ബാക്കിൽ വരുന്ന സാധനമാണ്. ഞങ്ങൾക്ക് പേടി. ഇവിടെ ഉള്ളവർ അതിനെ നോക്കുന്നത് ഹ്യൂമൻസിനേക്കാളും മേലേക്ക്. അതെ, പക്ഷെ ഞങ്ങൾക്ക് പേടിയാണ്. അതാ വരുന്നു മാറും കണ്ടോ. അങ്ങനെ ഇപ്പൊ എത്ര ഡോഗ്സിനെ നമ്മൾ കണ്ടു ഏകദേശം. ഇപ്പോ എന്താ ഡോഗ്സിനെ കൊണ്ട് വാക്കിങ്ങിന് വരുന്നതാണ് ഇവര്. അതെ, അവർക്ക് കാണാനല്ല, ഡോഗ്സിനെയും കൊണ്ട് വാക്കിങ്ങിന്. അവരുടെ ഹാപ്പിനെസ് ആണ് പ്രധാനം. ആക്ച്വലി ബേബിയാണ് അവരുടെ. അതെ, പക്ഷെ നമ്മൾ അത് പേടിക്കുന്നൊക്കെ കണ്ടാല് അവർക്ക് ചിലപ്പോ ഇഷ്ടാവില്ല. അവര് പറയും പേടിക്കണ്ട, ഫ്രണ്ട്ലി ആണ്, പക്ഷേ നമുക്ക് അതെ, അതാണ് പ്രശ്നം. ഇനി ഈ മല കയറണം, എന്നാലേ നമ്മള് ഡെസ്റ്റിനേഷനിൽ എത്തുള്ളൂ, റൈഡൽ കേവില്. ഇനി എത്ര മിനിറ്റ് ഉണ്ട്? ഇനിയോ 4 minutes ഉണ്ട് ഇതിന്റെ മേലേക്ക് എത്താൻ. സോ സ്പീഡിൽ പോവാം. അതെ, റെസ്റ്റ് ചെയ്യാനൊരു പ്ലേസ് കണ്ടു. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഇനി അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടേ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മളവിടെ എത്തില്ല, ക്ഷീണിക്കും. കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു.
സമ്മറിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഓട്ടം സീസണും അത് സ്റ്റാർട്ട് ആവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് കുറച്ച് വെള്ളമേ കാണുന്നുള്ളൂ. കുറച്ച് മിഡിലായിരുന്നെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവുമായിരുന്നു. പിന്നെ ഇലകളൊക്കെ മഞ്ഞൊക്കെ നിറഞ്ഞു. അതെ, നമ്മൾ വന്ന ടൈമിങ് കുറച്ച് മാറിപ്പോയി. വിന്റർ സ്റ്റാർട്ടിങ്ങിലാണ് വന്നത്. സ്റ്റാർട്ടിംഗ് ആണ് ഇപ്പോൾ വിന്റർ. ഓട്ടം സീസൺ കറക്റ്റ് ഒന്ന് ആയിരുന്നെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു അല്ലേ. നമുക്കിവിടെ 2 കേവ്സ് ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നത് കാണാം. ഇത് റൈഡൽ വാട്ടറിന്റെ മേലായിട്ട് വരുന്നതാണ്. പക്ഷെ ഇതല്ല മെയിൻ കേവ്. ഇതാണ് മെയിൻ കേവ്. ഇത് കുറച്ചും കൂടി മേലായിട്ട് വരുന്നതാണ്. ഇവിടെയാണ് ആൾക്കാർ പോകുന്നുള്ളൂ. അവിടെ പ്രോപ്പർ വേ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോയില്ല. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കേവാണ് കേട്ടോ. ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ടോ എന്നറിയില്ല. ഫുള്ള് വെള്ളമാണ്. ഇതാ അടിപൊളി എക്സ്പീരിയൻസാണ്. ചേഞ്ച് എക്സ്പീരിയൻസ് വീഡിയോയിൽ വരുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഒന്നാമത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാറില്ല. പിന്നെ എന്താ പറയേണ്ടത് അറിയില്ല. അതെ, എന്തായാലും അടിപൊളി വ്യൂ. അതെ, എല്ലാവരും ഇവിടെ വരാൻ പറ്റുന്നവർ എന്തായാലും വരണം. സോ ഏകദേശം നമുക്ക് എത്ര ടൈം കൂടെ സ്പെൻഡ് ചെയ്ത്? ഒരു ഹാഫ് ആൻ അവർ. സോ നമ്മളിവിടെ ഒരു 1 hour സ്പെൻഡ് ചെയ്തു. എന്താ ഇതെന്നാണ് കാണാനുള്ളത്. അതെ, കേവ്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമ്മളിപ്പോൾ എന്താ ഇവിടെ ചെയ്തത്? കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. അതാണ്. Thank you. Which side to enjoy there? Nice. Yeah. ലബി എന്താ അവിടെ ഇരിക്കുന്നത്? ആരെ? ഞങ്ങൾക്ക് പോസ്റ്റ് തന്ന് അവള് ഭയങ്കര കോളിലാണ്. ട്രിപ്പാണ്, ഹോളിഡേ ആണെങ്കിൽ കൂടി വർക്ക് ചെയ്യണ ഒരാളത്. വർക്ക് ഹോളിക്. ആരത്? കൊപ്പത്ത് പാറമ ലൈനാണ്. അപ്പോൾ ലബിക്ക് ബോറടിച്ച് നിന്നപ്പോൾ അവിടെ കുറേ മൾബറീസ് ഉണ്ടായിരുന്നു. അവളത് പറിച്ച് കഴിക്കുകയാണ് ഗൈസ്. ഇതെന്താ ഫിദോ? കുറേ കോയിൻസ് ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ല, എന്താ പറയാ, മറ്റേ പൈസ ഉണ്ടാകുന്ന മരുന്ന് കിട്ടിയില്ലേ? ഇതാണത്. ഫുള്ള് കോയിൻസാ. എന്താ സംഭവം അറിയില്ല. സോ നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. വന്ന പോലെ അല്ല, മഴ പെയ്യാൻ തുടങ്ങി. നല്ല തണുപ്പ് കൂടി. അപ്പൊ കോട്ടെടുത്തത് നന്നായി. എല്ലാരും പോയി, കാരണം ഡിം ആവാൻ തുടങ്ങി ലൈറ്റ് ഒക്കെ. അപ്പോ ഞങ്ങള് ഇനി ഇവിടെ ഒരു 4-5 ഒക്കെ ആവുമ്പോഴേക്കും ഡേ ലൈറ്റ് ഒക്കെ പോകും. ഇതുവരെ ഒരു 10 മണിയൊക്കെ ആയാലേ ഇവിടെ ഇരുടാവുള്ളൂ. ഇനി നേരെ തിരിച്ച് 4 മണിയാവുമ്പോഴത്തേക്കും ഇരുടാവാൻ തുടങ്ങും. അപ്പോൾ ഇപ്പോൾ 3 മണിയായി. ഞങ്ങളൊന്നും കഴിച്ചില്ല. ഇനി നമ്മളൊന്നും കഴിച്ചിട്ടില്ല. സ്നാക്സ് ഒക്കെ കഴിച്ചെങ്കിലും മെയിനായിട്ടൊന്നും കഴിച്ചില്ല. അടുത്ത ഡെസ്റ്റിനേഷൻ എന്തെങ്കിലും ഫുഡ് കിട്ടുന്നിടത്തിലേക്ക് പോകണം. ഹായ്,
സോ നമ്മൾ റൈഡൽ കേവിൻ്റെ എക്സിറ്റ് എത്തി. ഇനി മെയിൻ റോഡ് എത്തി. ഇനി ഇവിടുന്ന് നമ്മൾ ബസ്സിൽ കയറിയിട്ട് തിരിച്ച് പോകുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അവിടുന്ന് ബസ് സ്റ്റാൻഡ്. സോ ബൈ. സോ ഞങ്ങളിതാ പ്രസ്റ്റണിലേക്കുള്ള റിട്ടേൺ ട്രെയിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. So we are back to base, Preston Letti. So hope you enjoyed the video and keep supporting us. Bye.